രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. രാജ്യസഭയുടെ ഭരണം പിടിച്ചെടുക്കാൻ ഇന്ത്യ മുന്നണി ഏകദേശം അടുത്തെത്തിയിരിക്കുകയാണ്. ഇതോടെ മോദി സർക്കാരിന്റെ ഒരു പരിപാടിയും അത്ര എളുപ്പത്തിൽ ഇനി നടക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ വീറും വാശിയും ഇപ്പോഴും അണയാതെ കത്തി നിൽക്കുമ്പോൾ തന്നെ രാജ്യസഭയിൽ ഇന്ത്യ മുന്നണി ഭൂരിപക്ഷത്തിനരികെ എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഒറീസയിൽ നിന്നുള്ള 9 BJD MP-മാർ ഇന്ത്യ മുന്നണിക്കൊപ്പം ചേർന്നതോടെയാണ് ആകെയുള്ള 245 രാജ്യസഭാ സീറ്റുകളിൽ 100 സീറ്റുകളിലധികം നേടി ഇന്ത്യ മുന്നണി കേവല ഭൂരിപക്ഷത്തിനടുത്ത് എത്തിയിരിക്കുന്നത്. ഇന്നലെ രാജ്യസഭയിൽ നടന്ന ചില അഭൂതപൂർവമായ സംഭവങ്ങളോടെയാണ് ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം നടത്തിയത്. അതായത് 2014 തൊട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും നരേന്ദ്രമോദി സർക്കാരിനും BJP-ക്കൊപ്പവും നിന്ന ഒഡീഷയിലെ ബിജു ജനതാദൾ ഇതാദ്യമായി ഇന്ത്യ മുന്നണിക്കൊപ്പം രാജ്യസഭ ബഹിഷ്കരിച്ചിറങ്ങുകയാണ് ഉണ്ടായത്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടന്ന ഒഡീഷയിൽ എല്ലാം BJP തൂത്തുവാരിയതിന് പിന്നാലെയാണ് BJP-യെ ഉപേക്ഷിക്കാനുള്ള ഈ മനംമാറ്റം BJD-ക്കുണ്ടായിരിക്കുന്നത്. പ്രതിപക്ഷത്തെ തോൽപ്പിക്കാൻ മുൻകാലങ്ങളിൽ ഇരുസഭകളിലും മോദി സർക്കാരിനൊപ്പം നിലനിൽക്കുന്ന നിലപാടായിരുന്നു BJD-ക്കുണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ ഇത്തവണ BJP-ക്ക് പണി കൊടുക്കാൻ തീരുമാനിച്ച BJD ലോകസഭയിൽ അംഗങ്ങളില്ലെങ്കിലും രാജ്യസഭയിൽ നല്ല ഒന്നാം തരം പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. BJP-യെ രാജ്യസഭയുടെ അധികാരത്തിൽ നിന്ന് തന്നെ വലിച്ച് താഴെയിടാനുള്ള ഒരു സഹായമാണ് അവർ ചെയ്തു കൊടുത്തിരിക്കുന്നത്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ രാജ്യസഭയിൽ ഇന്നലെ കോൺഗ്രസ് വനിതാ MP കുഴഞ്ഞു വീണ ശേഷവും നന്ദി പ്രമേയ ചർച്ചയുമായി ചെയർമാൻ മുന്നോട്ടു പോയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യ മുന്നണി സഭ ബഹിഷ്കരിച്ചപ്പോൾ BJD അംഗങ്ങളും ഒപ്പം ചേരുകയാണ് ഉണ്ടായത്. രാജ്യസഭയിൽ ഉണ്ടായിരുന്ന എല്ലാ BJD MP-മാരും സഭ വിട്ടിറങ്ങി കോൺഗ്രസ് നേതൃത്വത്തോടൊപ്പം. അതായത് ഇന്നലെ വരെ രാജ്യസഭയിൽ കക്ഷിനില എന്ന് പറയുന്നത് BJP സഖ്യം അഥവാ NDA-ക്ക് 114 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 90 BJP-ക്കായിരുന്നു. അതുപോലെ ഇന്ത്യ മുന്നണിക്ക് 88 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ രണ്ടിലും പെടാതെ നിന്നിരുന്ന BJD, YSR കോൺഗ്രസ്, BRS തുടങ്ങിയ കക്ഷികൾക്കെല്ലാം ചേർന്ന് 29 സീറ്റുകളും ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് 9 MP-മാർ കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണിയിൽ എത്തിയിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിന് 27-ഉം തൃണമൂലിന് 13-ഉം AAP-ക്കും DMK-ക്കും 10 വീതവും MP-മാരാണുള്ളത്. ബാക്കി വരുന്ന കക്ഷികൾക്കെല്ലാം കൂടിയാണ് 88 സീറ്റുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ BJD-യും കൂടിയാകുമ്പോൾ സീറ്റുകൾ 97-ൽ എത്തി നിൽക്കുകയാണ്. ഈ 9 MP-മാരും BJD-യും തന്നെ ഇനി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായേക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതോടൊപ്പം തന്നെ 4 സീറ്റുകളുള്ള BRS-ഉം ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇനി ഏതെങ്കിലും ബില്ലോ മറ്റോ വരുമ്പോൾ യഥാർത്ഥ സ്ഥിതി നമുക്കറിയാൻ കഴിയും. അവർ കൂടി എത്തിയതോടെ 101 സീറ്റിലേക്ക് ഇന്ത്യ മുന്നണി എത്തിച്ചേരുകയാണ്. ഈ സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. ഇത് ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടമാണ്. ആരെയും പിന്തുണക്കാതെ ബാക്കിയുള്ളത് BJP-യെ കൊണ്ട് തന്നെ തകർന്നു പോയ YSR കോൺഗ്രസും ADMK-യുമാണ്. അവരും അത്യാവശ്യ ഘട്ടത്തിൽ പ്രതിപക്ഷത്തോടൊപ്പം നിന്നാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ എല്ലാ പ്രതീക്ഷകളും അതോടെ തീരും. അതോടൊപ്പം തന്നെ രാജ്യസഭയിൽ 14ഓളം സീറ്റുകൾ ഒഴിവ് ഉണ്ട് എന്നതും BJP-യെ വലിയ രീതിയിൽ ഭയപ്പെടുത്തുകയാണ്. അതിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യ മുന്നണി കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുത്താൽ രാജ്യസഭയിലെ കുത്തക അധികം താമസിയാതെ തന്നെ അവസാനിക്കും എന്ന് BJP-ക്ക് തന്നെ അറിയാം. ഏതായാലും BJD-യുടെ 9 MP-മാർ എത്തിയതോടെ രാജ്യത്തിന്റെ പാർലമെന്ററി രാഷ്ട്രീയ ചിത്രം മാറുകയാണ്. അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വരികയാണ്.